വെൽക്കം ടു ബീറ്റ് OET. ഇന്ന് നമ്മൾ ബീറ്റ് OETയിലൂടെ പാസീവ് വോയിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കം ഓൺ, ലെറ്റ് us start. നിങ്ങൾ എല്ലാവരും OET റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലും കേട്ടിട്ടുണ്ടാകുക പാസീവ് വോയിസ് യൂസ് ചെയ്യണമെന്നാണ്, അല്ലേ? എന്തിനാണ് നമ്മൾ ഈ പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം നോക്കാം. ഇപ്പോൾ പാസീവ് വോയിസ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് നിങ്ങൾ എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് അറിയണം. ആക്റ്റീവ് വോയിസ് ഒന്നുമില്ല, നിങ്ങൾ എഴുതുന്ന ഒരു നോർമൽ സെന്റൻസ്, അതായത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ദാറ്റ് മീൻസ് സബ്ജക്റ്റ് ആണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് എഴുതുന്ന ഒരു സെന്റൻസ് ആണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഈറ്റ്സ് ആപ്പിൾ. അപ്പോൾ ആപ്പിൾ കഴിച്ച ഹി എന്നുള്ള സബ്ജക്റ്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതേസമയം നമ്മൾ പാസീവ് വോയിസിലോട്ട് വന്നാലോ, സബ്ജക്റ്റിന് ഇമ്പോർട്ടൻ്റ് ഇല്ല, മറിച്ച് ഒബ്ജക്റ്റിനും അത് ചെയ്ത ആക്ഷനുമാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഓക്കെ, പറഞ്ഞ എക്സാമ്പിൾ നമുക്കിപ്പോൾ പാസീവ് വോയിസിലൊന്ന് നോക്കിയാലോ. ആപ്പിൾ ഈസ് ഈറ്റൺ ബൈ ഹിം എന്ന് വരും. ഓക്കെ, അപ്പോൾ ആപ്പിളിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുത്തത്. അത് ഈറ്റൺ ചെയ്തു, കഴിച്ചു എന്നൊരു ആക്ഷന് നമ്മൾ പ്രാധാന്യം കൊടുത്തു. സബ്ജക്റ്റിനെ നമ്മൾ ലാസ്റ്റ് എഴുതി, ബൈ ഹിം എന്ന് എഴുതി. അവിടെ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതാണ് പാസീവ് വോയിസിന്റെ പ്രത്യേകത. ഇനി OET റൈറ്റിംഗിൽ എന്തിനാണ് പാസീവ് വോയിസിന് നമ്മൾ ഇത്ര പ്രിഫറൻസ് കൊടുക്കുന്നത്? നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് ഇവിടെ എഴുതുന്നത്, ഒരു ഹോസ്പിറ്റൽ സിനാരിയോ ആണ്, ഇല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോസ്പിറ്റൽ സിനാരിയോയിൽ ആരാണ് നമ്മുടെ പ്രൈം കൺസേൺ? നമ്മുടെ പേഷ്യൻസ് ആണ്. അവിടെ കെയർ കൊടുത്ത ഡോക്ടറിനോ അല്ലെങ്കിൽ നമ്മുടെ നേഴ്സിനോ ആർക്കെങ്കിലും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ കെയർ കൊടുത്ത പേഷ്യൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് കെയർ കൊടുത്തത്, ആ ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പാസീവ് വോയിസ് OET റൈറ്റിംഗ് ലെറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാസീവ് വോയിസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും എൻ്റെ പ്രീവിയസ് വീഡിയോ ആയിട്ടുള്ള ടെൻസസ് കണ്ടു കാണുമല്ലോ, ഇല്ലേ? പാസീവ് വോയിസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ ടെൻസസിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് ടെൻസസ് ഉണ്ട്: പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ 3 ടെൻസസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് സിമ്പിൾ പ്രസന്റിലെ പാസീവ് വോയിസിനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റ് അറിയാമല്ലോ, അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ബേസിക് ഫോം ഓഫ് ദ വെർബ്, അതായത് V1 ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ VS ഫോം ഓഫ് ദ വെർബ്. ദാറ്റ് മീൻസ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ VS ഫോം യൂസ് ചെയ്യും, അല്ല പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ V1 ഫോം യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഹി ഈറ്റ്സ് ആപ്പിൾ, അതല്ലെങ്കിൽ ദേ ഈറ്റ് ആപ്പിൾ. അതാണ് അതിന്റെ ഫോമാറ്റ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലോട്ടാക്കാം? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് ഫോം ആണ് is or am or are plus third form of the verb. ഇപ്പൊ നമുക്ക് OET റൈറ്റിംഗിൽ തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡോക്ടർ പ്രിസ്ക്രൈബ്സ് ആന്റിബയോട്ടിക് ഫോർ ഹിം എന്നൊരു നോർമൽ സെന്റൻസ്, ഒരു സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റാം? ഹി ഈസ് പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ്. ബൈ ഡോക്ടർ എന്നുള്ള അവിടെ എഴുതണ്ട, കാരണം എല്ലാവർക്കും അറിയാം ഡോക്ടറാണ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ ബൈ ഡോക്ടർ എന്നുള്ള കാര്യം ഇവിടെ വേണ്ട. നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് ഹിം എന്നുള്ള ആ പേഷ്യൻറ്റിനും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു എന്നുള്ള ആക്ഷനുമാണ്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രത്യേകത? ഇപ്പോൾ നടന്നു, പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഫോമാറ്റ്? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഡോക്ടർ ഈസ് പ്രിസ്ക്രൈബിങ് ആന്റിബയോട്ടിക്സ് ഫോർ ഹിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെ നമ്മൾ പാസീവ് വോയിസിലാക്കും? ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് ഫോം എന്താണ്? is or am or are plus being plus third form of the verb. ഓക്കെ, നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, നമ്മൾ പാസീവ് വോയിസിൽ വേർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ING വരുമ്പോൾ എപ്പോഴും ബീയിങ് എന്നൊരു എക്സ്ട്രാ വേർഡ് കൂടെ നമ്മൾ പാസീവ് വോയിസിൽ ആഡ് ചെയ്യും. അപ്പൊ നമ്മളുടെ എക്സാമ്പിളിൽ എങ്ങനെ പറയാം? ഹി ഈസ് ബീയിങ് പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് എന്ന് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇല്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ്
പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പ്രത്യേകത? പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം, ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ്? ഹാസ് ഓർ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ് നമ്മൾ നോർമലി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കിയാലോ, ദ ഡോക്ടർ ഹാസ് പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക് ഫോർ ഹിം എന്നുള്ളത്. ഓക്കെ, അത് പാസീവ് വോയിസിൽ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, BEEN, ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ നോക്കിയാലോ, ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ്. ഓക്കെ, ലെറ്റർ എഴുതുമ്പോൾ ചില കുട്ടികൾ ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് എന്ന് എഴുതും, മറ്റു ചിലർ ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് എന്ന് എഴുതും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആ ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡിസ്ചാർജ് കഴിഞ്ഞത് കണ്ടിന്യൂ ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് വന്നത്. അതേസമയം ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ മീനിങ്? ഡിസ്ചാർജ് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ 1 വീക്കിലോട്ടോ അല്ലെങ്കിൽ 2 ഡേയ്സിലോട്ടോ ആ ആന്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് എന്ന് എഴുതുന്നത്, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ മാനേജ്ഡ് വിത്ത് ആന്റിബയോട്ടിക്സ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെൻസ് ആയ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് നമുക്ക് പാസീവ് വോയിസ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പാസ്റ്റിൽ ഫസ്റ്റ് ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. മീൻസ് ആക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് V2 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഹി ഏറ്റ് ആപ്പിൾ എന്ന് വരും. ഈറ്റിൻ്റെ V2 ഫോമാണ് ഏറ്റ്. അപ്പം ഹി ഏറ്റ് ആപ്പിൾ എന്നുള്ള കാര്യമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിന്റെ പാസീവ് ഫോം നോക്കിയാലോ. നമ്മൾ സിമ്പിൾ പ്രസന്റിലെ പാസീവ് ഫോം എങ്ങനെയാ പറഞ്ഞത്? ഇസ് ഓർ ആം ഓർ ആർ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ആണ് നമ്മൾ പറഞ്ഞത്, ഇല്ലേ? അപ്പൊ ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? വാസ് അല്ലെങ്കിൽ വെയർ എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പാസീവ് ഫോം എന്ന് പറഞ്ഞാൽ വാസ് ഓർ വെയർ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ നോക്കിയാലോ, ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് ഫോർ ഹിം എന്നുള്ളത് ഇവിടെ എങ്ങനെ വരും? ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് എന്ന് വരും. OET റൈറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ? നമ്മൾ കൊടുത്ത കെയർ അല്ല, ഹോസ്പിറ്റലിൽ വെച്ച് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി കൊടുത്ത കെയർ എല്ലാം കംപ്ലീറ്റഡ് ആണ് അവിടെ, ഇല്ലേ? അപ്പം നമ്മൾ മറ്റൊരാൾക്ക് റെഫറൻസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ലെറ്റർ എഴുതുമ്പോൾ പിന്നെ ഇതിനെ ഫോളോ ചെയ്തുള്ള കെയർ ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്ത കംപ്ലീറ്റഡ് ആയിട്ടുള്ള കെയറിനെല്ലാം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം ആണ് നമ്മൾ കൂടുതലും OET റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് ഫോം നോക്കാം. യൂഷ്വലി നമ്മൾ OET റൈറ്റിങ്ങിൽ ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് ഫോം നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് ഫോം എങ്ങനെയാണ്? Was or were plus ing form. That means doctor was prescribing antibiotic for the patient. Okay, ഇത് നമ്മൾ പാസീവ് ഫോമിലാകുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? was or were plus being plus third form of the verb. Okay, he was being prescribed antibiotics എന്ന് നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ, ഇല്ലേ? പാസ്റ്റിൽ നടന്ന 2 ആക്ഷൻസിൽ ഫസ്റ്റ് ആക്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഫോർമാറ്റ്? ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഡോക്ടർ ഹാഡ് പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് ഫോർ ഹിം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പാസീവ് ഫോം നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. അതായത് ഹി ഹാഡ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ്. പക്ഷെ ഈ ഫോം നമ്മൾ OET ലെറ്റർ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ടെൻസ് ഫോമാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളത്. അപ്പോൾ ഈ ടെൻസ് നമ്മൾ ഏത് ഫോമാറ്റാണ്? ഹാഡ് ബീൻ പ്ലസ് ing ഫോം എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്.
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ പോലെ തന്നെ പാസീവ് ഫോം ഇല്ല. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലേക്ക് പോകാം. ഫ്യൂച്ചർ ടെൻസിലെ ഫസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ മാത്രം പാസീവ് വോയിസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ ബാക്കിയുള്ള 3 ടെൻസിന്റെ പാസീവ് വോയിസ് നിങ്ങൾ അറിയണം. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ആക്റ്റീവ് ഫോം എന്താണ്? വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് ഇൽ. ഡോക്ടർ വിൽ പ്രിസ്ക്രൈബ് ആന്റിബയോട്ടിക്സ് ഫോർ ഹിം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പാസീവ് ഫോം എങ്ങനെയാണ് വരുന്നത്? വിൽ പ്ലസ് ബി പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് എന്ന് വരും. ഹി വിൽ ബി പ്രിസ്ക്രൈബ്ഡ് ആന്റിബയോട്ടിക്സ് എന്നുള്ളതാണ് ഇതിന്റെ ഫോമാറ്റ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാസീവ് വോയിസിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ കിട്ടി കാണുമല്ലോ ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പാസീവ് വോയിസിന്റെ ഫോമാറ്റ് ഒന്ന് മനഃപ്പാഠമാക്കി വെച്ചിരുന്നാൽ നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ ഇന്നത്തേക്ക് ബൈ ബൈ.